ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ താരമായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് നാൽപ്പാമരാതി കേരം. എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നാൽപ്പാമരം എന്ന് പറയുമ്പോൾ ഫൈക്കസ് ഗ്രൂപ്പ്, അതായത് അരയാലിൻ്റെ കുടുംബത്തിൽപ്പെട്ട 4 മരങ്ങളുടെ ബാർക്ക് തൊലിയാണ് യൂസ് ചെയ്യുന്നുള്ളത് മെയിനായിട്ട്. അതിൽ ടാനിൻ കണ്ടന്റ്, ഫ്ലവനോയിഡ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഒക്കെ ധാരാളമായി കാണുന്നുണ്ട്. അപ്പം അത് വരുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഫൈക്കസ് റിലീജിയോസ, ഫൈക്കസ് ബംഗാലെൻസിസ്, ഫൈക്കസ് മൈക്രോകാർപ്പ, പിന്നെ അതേപോലെ ഫൈക്കസ് റെസിമോസ, അതായത് നെഗ്രോദ, അശ്വത, ഉദുംബര, പ്ലക്ഷ എന്ന് പറയുന്ന 4 മരങ്ങൾ. അതിന് ശേഷം പിന്നെ വരുന്നത് ത്രിഫല. ത്രിഫല എന്ന് വെച്ചാൽ ആയുർവേദത്തെക്കുറിച്ച് കേട്ട എല്ലാവർക്കും അറിയായിരിക്കും ത്രിഫല ചൂർണം എന്നൊക്കെ. അതായത് കടുക്ക, നെല്ലിക്ക, താനിക്ക. നമ്മൾ സംസ്കൃതത്തിൽ പറയുമ്പം ഹരിതക്കി, വിബിതക്കി, ആമലക്കി എന്ന് പറയുന്നത്. അത് കൂടാണ്ട് ഇതിൽ വരുന്നത് അഗുരു എന്ന് പറയുന്നത്, അതായത് അക്വലറിയ ഗോലച്ച എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. പിന്നെ വരുന്നത് രാമച്ചാണ്. രാമച്ചം ഉഷീര എന്നാണ് അതിനെ സാൻസ്ക്രിറ്റിൽ പറയുന്നത്. മാത്രമല്ല പിന്നെ ഉള്ളത് നമ്മുടെ ചന്ദനമാണ്, സെൻറ്റാലം ആൽബം. ഷട്ടി എന്ന് പറയുന്ന ഒരു ഡ്രഗ് കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. മാത്രമല്ല പരീഭദ്രകം ചേർക്കുന്നുണ്ട്. പിന്നെ മഞ്ചിഷ്ട. മഞ്ചിഷ്ട എല്ലാവർക്കും അറിയായിരിക്കും. റുബിയ കോഡിഫോലിയ എന്ന ലിപ് ബാം ഉണ്ട് മഞ്ചിഷ്ടയുടെ എസൻസ് ചേർത്ത പല സ്കിൻ പ്രോഡക്ട്സും നമ്മൾ കാണുന്നുണ്ട്. അതുകൂടാതെ ഹരിദ്ര, മഞ്ഞൾ, പിന്നെ പർപ്പട എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഉണ്ട്. ഇതെല്ലാം ചേർത്ത് നമ്മുടെ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ കേരതൈലത്തിലാണ് ഈ നാൽപ്പാമരാതി കേരതൈലം പ്രിപ്പയർ ചെയ്യുന്നത്. ഇതാണ് നാൽപ്പാമരാതിയിലെ ഇൻഗ്രീഡിയൻസ്.